ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. പാരഡൈസ് മീഡിയയുടെ പ്രത്യാശ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്താവ് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ സംഭവബഹുലമായ ഒരു ലോകത്തിൻ്റെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ അനേക മനുഷ്യ മനസ്സുകളെ ഭയത്തിൻ്റെയും നിരാശയുടെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു COVID-19 കാലത്ത് അനേക മനുഷ്യ ജീവിതങ്ങൾ ഈ ലോകത്തിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത മറഞ്ഞു കിടക്കുന്ന ചെറിയ വൈറസിൻ്റെ മുമ്പിൽ ഈ ശാസ്ത്രലോകം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് നൽകുന്ന ആ പ്രത്യാശയുടെ വചനങ്ങൾ പലപ്പോഴും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഹൃദയങ്ങളെ ആരായുവാനും സാധ്യമാകുന്നുണ്ട്. ഈ സമയത്തും ഈ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായൊരു വേദഭാഗം ഞാൻ വായിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്തും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇപ്രകാരമാണ്: വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി. ഈ ലോകത്തിലെ മനുഷ്യ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളും ഓരോ പാദങ്ങളും മുന്നോട്ട് വെക്കുന്നത് വിശ്വാസത്തിലത്രേ. വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പേർ വിളിക്കുന്ന അബ്രഹാം പിതാവ് തൻ്റെ വിശ്വാസത്തിൽ പലപ്പോഴും ക്ഷീണിച്ചു പോകാതെ തകർന്നു പോകാതെ മുന്നോട്ട് ഗമിച്ച വസ്തുതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതം ഓരോ ദിവസങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന കാൽപാദങ്ങളിലും അവൻ കയറുന്ന ബസ്സിൽ പോലും അവൻ ഇരിക്കുന്ന ചെയറിൽ പോലും ഒരു വിശ്വാസം അവനുള്ളതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട തൻ്റെ ജനം അവൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നും മുമ്പോട്ട് വയ്ക്കുന്നത് അത് വിശ്വാസത്തിലത്രേ. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാൻ കഴിയുന്നത് ആ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ അളവറ്റൊരു ശക്തിയുണ്ട്. അതിൻ്റെ വലിപ്പം ഇന്ന് ഈ പകൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യകരമാണ്. ഞാൻ ബൈബിളിലുള്ള ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ബൈബിളിലൂടെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നീണ്ട 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ സൗഖ്യം പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ രോഗം വരാത്ത അല്ലെങ്കിൽ മനുഷ്യർ ഏതാണ്ട് കുറവാണ്. പലർക്കും രോഗങ്ങൾ വരാം. അവർ ചെയ്യുന്ന പാപപ്രവൃത്തികളാൽ ചില രോഗങ്ങൾ വരാം. ഇന്ന് ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അതുമൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അല്ലെങ്കിൽ മറ്റു വിധമായുള്ള ദൈവത്തിൻ്റെ ചില ശോഭനകളും സാധാന്യ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന രോഗപ്രയാസങ്ങൾ രോഗശക്തികൾ നമ്മളെ വ്യാപരിക്കാറുണ്ട്. ഇവിടെയും നീണ്ട 12 സംവത്സരമായി രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. 3 അത്ഭുതങ്ങൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നു. അതിൽ ഒരു തികച്ചും അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ ഒത്തിരി അല്ലെങ്കിൽ ദൈവവചനത്തോട് അടുപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രിയ സഹോദരിയുടെ വിശ്വാസത്തിൻ്റെ അളവിനെ കാണിക്കുന്ന ഒരു അത്ഭുതത്തെ എത്ര ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാൻ ഉള്ളത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നീണ്ട 12 സംവത്സരം രക്തസ്രവമുള്ളവളായി ദേശത്തിലും സമൂഹത്തിലും വെറുക്കപ്പെട്ടവളായി അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വിലയുമില്ലാത്തവളായി യഹൂദ സംസ്കാരം അനുസരിച്ച് രക്തസ്രവമുള്ള സ്ത്രീ അവളുടെ ഭവനത്തിൽ നിന്ന് പുറത്ത് കടക്കുവാൻ അവൾക്ക് അധികാരമില്ല. അവിടെ നടക്കുന്ന അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് വിവാഹം, മറ്റ് എൻഗേജ്മെൻറ്റ്, മറ്റേത് വിഷയങ്ങളാകട്ടെ അതിലൊന്നും പങ്കെടുക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുവാൻ കഴിയാത്ത വിലക്ക് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് യഹൂദ സംസ്കാരം അനുസരിച്ച് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ പ്രകാരം നീണ്ട 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീ അവൾ ഭവനത്തിനകത്ത് തന്നെ പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് പാർത്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ദിവസം അവിടെ ചെവിയിലേക്ക് ഒരു വാർത്ത എത്തി. ഇപ്രകാരമാണ്: നസ്രേനാകുന്ന യേശു അത്ഭുത മന്ത്രി
സഹോദരി വീരനാം ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ആ നസ്രയനായ യേശു ഈ വഴി കടന്നു പോകുന്നു എന്നുള്ള വാർത്ത അവളുടെ അല്ലെങ്കിൽ കർണപുടങ്ങളിൽ എത്തിയ മാത്രയിൽ പ്രൈസലോ അവളുടെ ആഗ്രഹം ഇപ്രകാരമായിരുന്നു, അവളുടെ ഹൃദയത്തിനകത്ത് ഉരുവായ വിശ്വാസം ഇപ്രകാരമായിരുന്നു, കർത്താവിൻ്റെ ആ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും എന്നുള്ള ആ വസ്തുത അവൾ മനസ്സിലാക്കി അവൾ ആ ഹൃദയത്തിനകത്ത് ആ തീരുമാനമെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വചനം പറയുന്നു, അവൾ ഒന്നാമത് അവളുടെ ഒത്തിരി അനുഭവങ്ങളെ അവിടെ വരച്ച് കാട്ടുകയാണ്. ഒന്നാമത്തെ അവളുടെ അനുഭവം, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെലവഴിച്ച ഒരു അവസരങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നാളിൽ രോഗത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ലോകത്തിൽ ജീവിക്കേണ്ടതിന്, അവളുടെ ജീവിതത്തിൽ വന്ന ഈ രോഗത്തെ ശമനം വരുത്തേണ്ടതിന്, അല്പമൊന്ന് സൗഖ്യം ലഭിക്കേണ്ടതിന് അവൾ ഒത്തിരി സഹനങ്ങൾ സഹിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ സഹനങ്ങൾ? അവൾ തനിക്കുള്ള തൻ്റെ വസ്തുവകകളെ മുഴുവനും ചെലവഴിച്ച്, ഈ നാളുകളിൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെലവഴിച്ച് എന്നൊക്കെ ഒരു വൈദ്യനെ അല്ല, പല വൈദ്യന്മാരിലൂടെയും, ആമേൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അല്ല, ഒരു ഡോക്ടർ മാറി മറ്റൊരു ഡോക്ടറിലേക്ക്, ഒരു ഡോക്ടറെ ചികിത്സിച്ച് അവിടെ സൗഖ്യം കാണുവാൻ കഴിയാതെ വന്നപ്പോൾ മറ്റ് ഡോക്ടറിൻ്റെ അരികിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അത് കേട്ട് ഹോസ്പിറ്റലിലേക്ക് മാറി സഞ്ചരിച്ച് നോക്കി ഒത്തിരി സഹനങ്ങൾ സഹിച്ചിട്ടും അവളുടെ രോഗത്തിന് ശമനമുണ്ടായില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഈ നാടുകളിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണോ, ദൈവത്തെ അറിയാത്തവരാണോ, ആരുമായിരിക്കട്ടെ, ഇന്ന് പകലിൽ ആത്മാവിൽ എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. നാളുകളിൽ വിടുതൻ്റെ നാഥൻ അല്ലെങ്കിൽ സൗഖ്യദായകനായ യേശുവിനെ വിശ്വസിച്ച ഇന്ന് പകൽ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ പകൽക്കാലം അവൻ നമ്മുടെ സൗഖ്യദായകനായി നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്നൊക്കെ ഒത്തിരി സഹിച്ച് ഏറിയൊന്നെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദമാകാതെ വെറും പരവശയായിരുന്ന ഒരു സ്ത്രീയെ കാണുവാൻ കഴിയുന്നു. ഒന്നും ചിന്തിച്ചു നോക്കുക. നോക്കിയ ഒരു ദിവസമല്ല, നീണ്ട 12 സംവത്സരമായി രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസിക നിലവാരം നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ജീവിത നിലവാരത്തെ മനസ്സിലാക്കുക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ത്രാണിയില്ലാത്തവളായി, ഒന്ന് എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്തെടുക്കുവാൻ കഴിയാത്തവളായി, ഒത്തിരി ഭാരപ്പെട്ട് നിരാശയിൽ കടന്നു പോകുന്ന ആ പ്രിയ സഹോദരിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. അവൾ നോക്കി ആ സൗഖ്യം പ്രാപിക്കേണ്ടതിന് അവൾ ഒന്നാമതായി ആ ലോകത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽക്കെല്ലാം പറയട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ? നിങ്ങൾ ഈ ലോകത്തിലുള്ള തണലുകളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഈ നാളുകൾ ദൈവത്തിങ്കിലേക്ക് മാത്രം നിങ്ങളുടെ ദൃഷ്ടികളെ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും അവനൊരു സൗഖ്യദായകനായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, അവൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തുവാൻ കഴിവുള്ളവനത്രേ. ഹല്ലേലൂയ. അപ്പോൾ നോക്കി, അവൾ ലോകത്തെ ഒന്നാമതായി ഉപേക്ഷിച്ചു. രണ്ടാമത് അവിടെ വാക്യം പറയുന്നു, അവൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനിടയായി തീർന്നു. ഈ നാളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുകമ്പയോടെ, ആമേൻ, സഹതാപത്തോടുകൂടെ, ആശ്രയബോധത്തോടുകൂടെ, ലക്ഷ്യബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് വരുവാൻ തയ്യാറായാൽ നിശ്ചയമായും അവൻ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും തിരിച്ചറിയുന്ന ദൈവമാണ്. 139 സങ്കീർത്തനം പറയുന്നു, അവൻ നമ്മളെ ശോധന ചെയ്യുന്ന ദൈവം അത്രേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെടുക്കുന്ന തീരുമാനങ്ങൾ സ്വർഗം മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൽ അവൾ ആശ്രയം വയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഓക്കെ, അവളുടെ വിശ്വാസത്തിൻ്റെ അവളുടെ ആശ്രയം വയ്ക്കുവാനുള്ള അവളുടെ എടുത്ത തീരുമാനം ഇപ്രകാരമാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇന്നലകളിൽ എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വന്നപ്പോഴും, എത്രയോ പ്രതികൂലങ്ങൾ മുന്നിൽ കടന്നു വന്നപ്പോഴും പലപ്പോഴും ജീവിതത്തിൽ പറഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് മുന്നോട്ട് ഗമിക്കുവാൻ കഴിയത്തില്ല, എനിക്ക് ഒരടി പോലും മുന്നോട്ട് ഗമിക്കുവാൻ കഴിയത്തില്ല, മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പലരും നിരാശയുടെ വക്കിലിരുന്നപ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ പറയട്ടെ, അവൾ പറഞ്ഞ വാക്കിനെ ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയട്ടെ, ഞാൻ രക്ഷപ്പെടുമെന്നുള്ളൊരു വിശ്വാസം അവളുടെ ഹൃദയത്തെ ഈ പകൽക്കാലം അവളെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. ഈ പകൽക്കാലം കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാടുകൾ ആരൊക്കെ നിങ്ങളെ നോക്കി പറഞ്ഞു നീ രക്ഷപ്പെടത്തില്ല, ആമേൻ, ആരൊക്കെ പറഞ്ഞു നിനക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, നിൻ്റെ ജീവിതം, നിൻ്റെ ഭാവി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബ ജീവിതം, നിൻ്റെ ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, അല്ലെങ്കിൽ തലമുറകളുടെ വിഷയങ്ങൾ,
അമേൻ. എത്രയോ എത്രയോ വിഷയങ്ങൾ നിൻ്റെ മുന്നിൽ കടന്നു വന്നപ്പോൾ പലരും പറഞ്ഞു ഇനിമി രക്ഷപ്പെടത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽക്കാലം അവളുടെ ഹൃദയത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്നുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. പക്ഷേ അവരുടെ മുന്നിൽ പ്രതികൂലമുണ്ടായിരുന്നു. എന്താണ് പ്രതികൂലം? യേശുവിനെ അരികിൽ എത്തുക എന്നുള്ളത്. യേശുവിനെ അരികിലെത്തി അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായിരുന്നു. കാരണം എന്താ? 12 സംവത്സരമായി രക്തസ്രവം ബാധിച്ച സ്ത്രീക്കൊന്നും അല്ലെങ്കിൽ നടന്ന് നീങ്ങുവാൻ കഴിയത്തില്ല. അമേൻ. ഒന്ന് മുന്നോട്ടൊന്ന് അല്പപാദങ്ങളെ വെച്ച് മുന്നോട്ട് നടക്കുവാൻ കഴിയത്തില്ല. അത്രയും വചനം പറയുന്നു, അത്രയും പരവശയായിരുന്ന സ്ത്രീ. അമേൻ. അവരുടെ മുന്നിൽ യേശുവിൻ്റെ അരികിലോളം എത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പക്ഷെ ഹൃദയത്തിനകത്തുള്ള വാഞ്ച, ഹൃദയത്തിനകത്തുള്ള എടുത്ത തീരുമാനം, ആ വിശ്വാസം അവളെ ആ യേശുവിൻ്റെ അരികിലേക്ക് അങ്ങ് എത്തിക്കുകയാണ്. പ്രൈസല്ലോ. പക്ഷേ നേരെ മറിച്ച് അടുത്ത് പറയുമ്പോൾ കാണുവാൻ കഴിയുന്നു, ആ യേശു സഞ്ചരിക്കുന്ന മേഖലകളിലെല്ലാം യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുവിനെ കൂടെ സഞ്ചരിക്കുന്ന വലിയൊരു പുരുഷാരമുണ്ട്. ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന അസാധ്യമായ കാര്യമാണ്. പക്ഷേ എടുത്തിരിക്കുന്ന ആ തീരുമാനം, ആ വിശ്വാസം അവളെ അവിടെ നിർത്തിയില്ല. ആ ഭവനത്തിനകത്ത് അവളെ ഒതുക്കിയില്ല. ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച ഏറ്റവും പരവശയായിരുന്ന സ്ത്രീ അവൾ വെച്ച് ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ തിക്കി തിരക്കിക്കൊണ്ട ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ അവളുടെ രക്തസ്രവം നിന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം പറയട്ടെ, വിശ്വാസത്തോടെ ഇന്ന് പകൽ നീ അവനെ സ്പർശിക്കുവാൻ തയ്യാറാകുക ദൈവ പൈതലേ. ഹല്ലേലൂയ. ഇന്നലകളിൽ നാളുകളിൽ എത്രയോ ഡോക്ടർമാരെ നീ കണ്ടോ, എത്രയോ പേരെ അരികിലേക്ക് നീ പോയി, എത്രയോ പേരെ നീ സഹായം നീ അഭ്യർത്ഥിച്ചു, ഇന്ന് വരെയും നിനക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ. ഹല്ലേലൂയ. എത്രയോ പേര് നിന്നെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറിപ്പോയി. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയട്ടെ, നീ ആവശ്യബോധത്തോടുകൂടെ നീ എടുത്തിരിക്കുന്ന വിശ്വാസത്തിനൊത്തവണ്ണം അവൻ്റെ അരികിലേക്കൊന്ന് പോകുക, അവനെ ഒന്ന് സ്പർശിക്കുവാൻ തയ്യാറാകുക. നിശ്ചയമായും നിൻ്റെ മേലൊരു വിടുതൽ ദൈവം അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശു പെട്ടെന്ന് അവിടെ നിന്നതായി കാണുവാൻ കഴിയുന്നു. ആമേൻ. യേശു പെട്ടെന്ന് അവിടെ നിന്നു. അപ്പോൾ പുരുഷാരത്തിൻ്റെ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി യേശു ചോദിച്ചു, ആർ എന്നെ തൊട്ടു എന്ന് ചോദിച്ചപ്പോൾ പുരുഷാരം അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനെ നോക്കി പറഞ്ഞത് കാര്യപ്രകാരമാണ്, ഗുരു അങ്ങ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആമേൻ. ഈ ഇത്രയും ജനം നിന്നെ തിക്കി തിരക്കുമ്പോൾ നിന്നെ തൊട്ടത് ആർ എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ഞങ്ങൾ നൽകേണ്ടത്? ആമേൻ. ഇതൊക്കെ ശിഷ്യന്മാരുടെ വാക്കുകൾ അപ്രകാരം പറഞ്ഞപ്പോഴും യേശു പറഞ്ഞു, ഇല്ല, എന്നെ ആരോ തൊട്ടു. ആമേൻ. കാരണം എന്താ? ആവശ്യബോധത്തോടെ തൊട്ടവൻ. ആമേൻ. ആവശ്യബോധത്തോടെ അവൻ തൊട്ടപ്പോൾ ഈ നാളുകളിൽ ശക്തി പുറപ്പെടേണ്ടവൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, നീ ആവശ്യബോധത്തോടെ ആശ്രയബോധത്തോടുകൂടെ അവനെ ഒന്ന് തൊടുവാൻ തയ്യാറാകും. നിശ്ചയമായും വചനം കുറിവാക്കി ഞാൻ വായിച്ചതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തി അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു വലിയൊരു കഥ അല്ലെങ്കിൽ ഒരു സംഭവ കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ആമേൻ. ഡോക്ടർ അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗവിദഗ്ധനായ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ നമുക്കൊരു കഥയിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അദ്ദേഹത്തിൻ്റെ തനിക്ക് ലഭിച്ച ഒരു ബഹുമതി ഏറ്റുവാങ്ങുവാൻ തൻ്റെ പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് തന്നെ യാത്രയാകുമ്പോൾ, ആമേൻ, പെട്ടെന്ന് ഫ്ലൈറ്റ് മുഖേന യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ബാധ്യസ്ഥനായെങ്കിലും പക്ഷേ അവിടെ പോയപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ തനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാൻ കഴിയാതെ ഒരു റെൻ്റ് കാറും എടുത്തുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് തന്നെ വേഗത്തിൽ കാർ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയുടെയും മധ്യയെ തനിക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുവാൻ കഴിയാതെ കാർ ഒരു സൈഡിലേക്ക് നിർത്തി കാറിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ കാറ്റ് അതിശക്തമായി വീശുകയാണ്. ആമേൻ. അനേക മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ട തന്നെ ഈ കാറിനകത്ത് ഇരിക്കുന്നത് അത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കാറിനകത്തിരുന്നു കൊണ്ട് കണ്ട ഒരു കുടിലിനകത്തേക്ക് തൻ്റെ കണ്ണിൽ കണ്ട ഇടനാഴിയിൽ കണ്ട ഒരു വെളിച്ചം കണ്ട ആ ഭവനത്തിലേക്ക് തന്നെ ഓടിക്കയറി ആ വാതിൽ തട്ടി ആ വാതിൽ തുറന്നപ്പോൾ ഒരു സഹോദരി അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രിയ സഹോദരൻ അവിടെ നിന്ന അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി മഴ ഒതുങ്ങാൻ കയറിയതാ. അദ്ദേഹത്തെ ഭവനത്തിനകത്ത് ക്ഷണിച്ച്
പിടിച്ചിരുത്തി ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമേൻ അല്പം കഴിഞ്ഞപ്പോൾ പ്രിയ സഹോദരി പറഞ്ഞു, ഞാൻ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ ആ സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞു, അമേൻ ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തവനാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനിവിടെ ഇരുന്ന് കൊള്ളാം. നോക്കിയ പ്രിയ സഹോദരി തൻ്റെ ആ റൂമിനകത്തേക്ക് കയറി. നോക്കി ഈ ഡോക്ടർ ഇവിടെ നോക്കുമ്പോൾ ആ പ്രിയ സഹോദരി ഒരു കട്ടിലിൽ ഒരു മകൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ അരികിൽ തൻ്റെ നോക്കി മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥന ആരംഭിച്ചു. അമേൻ. ഒരു പാട്ടിൽ ഈരടികൾ പാടിയിട്ട് അവർ പ്രാർത്ഥന ആരംഭിച്ചത് ഇപ്രകാരം: കർത്താവേ, ഈ സന്ധ്യയുടെ കാണുവാൻ എനിക്ക് ഭാഗ്യം നൽകി, എനിക്കും എൻ്റെ മകൾക്കും ഈ സന്ധ്യ കാണുവാൻ ദൈവമേ നല്ല അവസരങ്ങൾ നൽകി. കർത്താവേ, ഈ രോഗ അവസ്ഥയിൽ ഈ ക്യാൻസർ രോഗബാധിതയായി കിടക്കുന്ന എൻ്റെ മകളെ വിടുവിപ്പാൻ, അവളെ മകളെ ചികിത്സിപ്പാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷികൾ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ചെവിയിൽ ഇപ്രകാരം ഒരു വാർത്ത കേട്ടോ, ഒരു ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗ വിദഗ്ധനുണ്ട്, അദ്ദേഹത്തിൻ്റെ അരികിൽ എൻ്റെ മകളെ എത്തിച്ചാൽ ഈ രോഗം സൗഖ്യമാകുന്നുള്ള വാർത്ത എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ക്യാൻസർ രോഗ വിദഗ്ധൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ള ശേഷി പോലും എനിക്കില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ മാതാവ് പ്രാർത്ഥിച്ച വാചകങ്ങൾ ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഈ രാത്രിയിലും നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. ആമേൻ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ആ ഡോക്ടർ മാർക്ക് അതിനകത്തിരിക്കുകയാ. ഡോക്ടർ മാർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പ്രിയ സഹോദരിയുടെ അരികിലേക്ക് പോയി താൻ മുഴങ്കാലുകളെ മടക്കി നിൽക്കുകയാ. ആ പ്രിയ സഹോദരി പെട്ടെന്ന് കൺതുറന്ന് നോക്കിയപ്പോൾ നിരീശ്വരവാദി എന്ന് പറഞ്ഞ മനുഷ്യൻ അവളുടെ അരികിൽ മുഴങ്കാൽ മടക്കി നിൽക്കുകയാ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ദൈവത്തെ വിശ്വസിക്കാത്ത നിങ്ങളെന്താ എൻ്റെ അരികിൽ മുഴങ്കാലും മടക്കിയതാ? അപ്പോൾ പ്രിയ ആ ഡോക്ടർ മാർക്ക് ആ പ്രിയ സഹോദരിയുടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചില്ലേ, ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ആ ക്യാൻസർ രോഗ വിദഗ്ധൻ അത് മറ്റാരുമല്ല, അത് ഞാനാണ്. ഹല്ലേലൂയ. നോക്കി, ആ സഹോദരിയുടെ മുമ്പിൽ അത് അസാധ്യമായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ അവിടെ വിഷയത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ചപ്പോൾ ഈ നാളുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അടുത്ത പട്ടണത്തിൽ പോകേണ്ടതായിരുന്ന ഡോക്ടർ മാർക്കിനെ ആ കുടിലിനകത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമായെങ്കിൽ ഈ വചനം കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ വചനം കേൾക്കുന്ന ഏവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് പകലിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നീ തയ്യാറാകുക. ആ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ അരികിലേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നീ തയ്യാറായാൽ അവൻ 2 സ്റ്റെപ്പ് വെച്ച് എൻ്റെ അരികിലൂളം വരുവാൻ അവൻ അല്ലെങ്കിൽ ബാധ്യസ്ഥനായി കർത്താവാണ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഈ നാളുകൾ വചനം പറയുന്നു, അവളുടെ രക്തസ്രവം ക്ഷണത്തിൽ നിന്നു. ആമേൻ. യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ഈ നാളുകൾ നോക്കി അത് കേട്ട മാത്രയിൽ സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു എന്ന് മനസ്സിലായവൾ അവൾ നോക്കി അവൾ മാറി നിൽക്കുകയല്ല ചെയ്തത്, അവൾ വിശ്വസ്തയോടെ ആ കർത്താവിൻ്റെ അരികിലേക്ക് അവൾ വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ഈ ലോകത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നോക്കിയ പാപഭംഗിലമായ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ നാളുകൾ ഈ പാപഭംഗിലമായ ലോകം നൽകുന്ന അനേക സുഖലോലുപതകളിൽ ഇന്ന് ദൈവജനം പോലും അത് മതിമറഞ്ഞ് ജീവിക്കുമ്പോൾ പലപ്പോഴും അവിശ്വസ്തരായി ദൈവജനം മാറിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, വിശ്വസ്തയോടെ ആ കർത്താവിൻ്റെ അരികിലേക്ക് അവൾ നീങ്ങുവാൻ തുടങ്ങി. ഹല്ലേലൂയ. വിശ്വസ്തയുടെ അവൾ അരികിലേക്ക് കടന്നു വീട്ട് പറഞ്ഞു, ഗുരു, ഞാനാണ് അങ്ങയെ തൊട്ടത്. ഹല്ലേലൂയ. നോക്കിയ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് അവളോട് പറയുക, നോക്കിയേ, ഈ നാളുകൾ ഈ സംഭവിച്ചത് അറിഞ്ഞിട്ടും അവൻ ഭയത്തോടെ വിറയലോടെ അവൾ കർത്താവിൻ്റെ അടുക്കൽ പോയി സാഷ്ടാംഗം വീണപ്പോൾ ഈ നാളുകൾ വചനം പറയുന്ന കർത്താവെ അല്ലെങ്കിൽ യേശു കർത്താവ് അവളോട് പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവൻ പറയട്ടെ, വിശ്വസ്തയോടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഗുരുവിൻ്റെ അരികിലേക്ക് ഒരു ഭയത്തോടെ വിറയലോടുകൂടെ അവൾ മുഴങ്കാലുകളെ മടക്കി അവൻ്റെ കർത്താവെ പാതാര ബിന്ദങ്ങളെ ചുംബിച്ചുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവളുടെ വിശ്വാസം സ്വർഗം കണക്കിട്ട അവൾ ദൈവത്തിന് സൗഖ്യത്തോടെ ബലത്തോടെ വചനം പറയുന്നു, നിൻ്റെ ബാധ ഒഴിഞ്ഞു, നീ സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവ് അവളെ പറഞ്ഞേക്കുന്നതായി കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, ഈ നാളുകളിൽ ഇന്നലകളിൽ വിശ്വസ്തതകൾ നഷ്ടപ്പെട്ട് അവൻ ഇന്നലകളിൽ ലോകത്തിൽ മാത്രം വിശ്വസിച്ച ഇന്നലകളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ ഈ നാളുകളിൽ പ്രതികൂലങ്ങളെ കണ്ട് ഭയന്ന് പിന്മാറിയവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ അല്ലെങ്കിൽ രക്തസ്രവം ബാധിച്ച സ്ത്രീയെ പോലെ ഈ നാടുകളിൽ ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ച പ്രതികൂലങ്ങളെ ധരണം ചെയ്ത വിശ്വസ്തതയുള്ളവളായി ശക്തി പ്രാപിക്കുവാനുള്ള
അറിയുവാനുള്ള വാഞ്ചയുള്ളവളായി ഈ നാളുകളിൽ നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നുവെങ്കിൽ വചനം വായിച്ചതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടും. ആ ശക്തിയുടെ പ്രത്യേകത പ്രകാരമാണ് അത് കല്ലറകളെ പോലും ഭേദിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. റോമൻ ഇംപീരിയൽ മുദ്രകൾക്ക് പോലും ഈ നാടുകളിൽ പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത ആ ദൈവശക്തി, അവൻ മരിച്ചു മൺമറഞ്ഞ് 4 ദിവസമായ ലാസറിനെ പോലും ഉയർപ്പിച്ച ആ ദൈവശക്തി, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അത് നിങ്ങളുടെ മേലും വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാകുക. ആ ദൈവം വിശ്വസ്തയോടെ നമ്മുടെ മുന്നിലായിരിക്കുമ്പോൾ, തിമോഥെയോസ് ലേഖനം പറയുന്നു, പലപ്പോഴും അവനോട് അവിശ്വസ്തരായിരിക്കുമ്പോഴും സ്റ്റിൽ ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ ഇന്ന് നമ്മോട് വിശ്വസ്തത കാണിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മൾ വിശ്വസ്തത കാണിക്കുമ്പോഴും അവൻ നമ്മോട് വിശ്വസ്തതയ്ക്ക് അവിശ്വസ്തനായിട്ടല്ല നിൽക്കുന്നവ, അവൻ വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ഏവരോടുമായി വളരെ സ്നേഹത്തോടെ ഈ നാളുകൾ ആത്മബോധത്തോടു കൂടെ ഞാൻ പറയട്ടെ, ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ആ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുക. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, ഹല്ലേലൂയ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, ഹല്ലേലൂയ, ദൈവം നമ്മളെ മാനിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മൾ ഏൽപ്പിക്കപ്പെടുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥമല്ല പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുകയാണ്. കർത്താവേ, ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ഏവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ തകർക്കപ്പെട്ട മണ്ഡലങ്ങളിൽ, ഇന്നലകളിൽ ഉടയപ്പെട്ട മണ്ഡലങ്ങളില്ല കർത്താവേ, വിശ്വസ്തതകൾ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളില്ല, പലപ്പോഴും രോഗബാധിതരായി കർത്താവേ ഇന്നലെ അനുഭവിക്കില്ലാത്ത വ്യതകളിലൂടെ കടന്നുപോയില്ല ആരെങ്കിലും ഈ പകൽക്കാലം കേൾക്കുന്നുവെങ്കിൽ കർത്താവേ, ഇന്നു മുതൽ കർത്താവെ ലോകത്തെ ഉപേക്ഷിച്ച ഇന്നലകളിൽ കർത്താവെ ഈ നാളുകൾ ആശ്രയിച്ചവരുടെ മുമ്പിൽ നിന്ന് മാറി കർത്താവെ ആ ദൈവത്തിലൊന്ന് ആശ്രയം വെച്ച് ഈ നാളുകൾ പ്രതികൂലങ്ങളിൽ കണ്ട് പകതറിപ്പോകാതെ ആ പ്രതികൂലങ്ങളെ ധരണം ചെയ്യുവാനുള്ളൊരു കൃപ കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തതയോടെ മുന്നേറുവാൻ, അല്ലെങ്കിൽ വിശ്വാസം ഉള്ളവരായി മാറുവാൻ, ആ ദൈവത്തിൻ്റെ ശക്തികളെ പ്രാപിച്ചെടുക്കുന്നവരായി മാറുവാൻ സ്വർഗം ഏവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വരുന്ന ദിവസങ്ങളിൽ കർത്താവെ ഈ കർത്താവെ ലോകം വളരെ ഭയാനകമായ നിലവിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമാണ്. കർത്താവെ, അങ്ങയുടെ വരവിൽ ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവെ ഈ നാളുകൾ കർത്താവെ കൈവിടപ്പെട്ടു പോകാതെ ആ അരുമ മണവാളൻ്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൻ്റെ പിതാവേ, ആമേൻ, 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 ആമേൻ. ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ പാരഡൈസ് മീഡിയയിലൂടെ ഞാൻ പ്രത്യാശിക്കുന്ന പ്രോഗ്രാമിലൂടെ ഇവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.